ക്യാപിറ്റൽ ഗെയിൻ പാർട്ട് 1. ഫസ്റ്റ് സെക്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 45(1) ആണ്. അത് ചാർജിങ് സെക്ഷനാണ്. ഇതിൽ എന്താണ് ഒരു ക്യാപിറ്റൽ ഗെയിൻ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ദാറ്റ് ഈസ് എനി പ്രോഫിറ്റ് ഓർ ഗെയിൻ അറൈസിങ് ഫ്രം ട്രാൻസ്ഫർ ഓർ സെയിൽ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ഇസ് എ ക്യാപിറ്റൽ ഗെയിൻ. അതായത് ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭത്തിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി എപ്പോഴാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആകുന്നത്? This gain or profit shall be charged to tax in the year in which transfer of capital assets takes place. അതായത് ഏത് ഇയറിലാണ് ഈ ക്യാപിറ്റൽ അസറ്റ് വിറ്റിരിക്കുന്നത് ആ ഒരു ഇയറിലാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആകുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാപിറ്റൽ അസറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 14 ഇത് വരുന്നത്. So capital assets include property of any kind held by assessee whether connected or not with his business or profession. അതായത് നമ്മുടെ അസസി ഹോൾഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അസസി ഓണർ ആയിട്ടുള്ള പ്രോപ്പർട്ടി അത് ബിസിനസ്സോ പ്രൊഫഷനോ ആയിട്ട് ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആയിരിക്കാം. അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് വിളിക്കും. ഇനി ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെടും? It includes all kinds of property, movable or immovable, tangible or intangible. അതായത് മൂവബിളും ഇമ്മൂവബിളും ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രോപ്പർട്ടികളും ഈ ക്യാപിറ്റൽ അസറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. ലാൻഡ്, ബിൽഡിംഗ്, ഹൗസ് പ്രോപ്പർട്ടി, വെഹിക്കിൾസ്, പേറ്റൻസ്, ട്രേഡ് മാർക്സ്, ലീസ് ഹോൾഡ് റൈറ്റ്സ്, മെഷീനറി, ജ്വല്ലറി, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, യൂണിറ്റ്സ്, മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഈസ് സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ FII ആസ് പെർ സെബി. FII മീൻസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ. ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഹോൾഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസും ക്യാപിറ്റൽ അസറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ക്യാപിറ്റൽ അസറ്റ്സിൽ ഇൻക്ലൂഡബിൾ അല്ലാത്ത അസറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല. അടുത്തത് പേഴ്സണൽ എഫക്റ്റ്, അതായത് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അസറ്റ്സ് ഒന്നും ക്യാപിറ്റൽ അസറ്റ്സ് അല്ല. സച്ച് ആസ് വെയറിംഗ് അപ്പാരൽ, കാർ, സ്കൂട്ടർ, TV, refrigerator, musical instruments, generator, furniture, etc. which are held for personal use. അതൊന്നും തന്നെ ക്യാപിറ്റൽ അസറ്റ്സ് അല്ല. പക്ഷേ ഈ പേഴ്സണൽ ഗുഡ്സിൽ ചില ഗുഡ്സ് അല്ലെങ്കിൽ ചില അസറ്റ്സ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. which includes jewelry, archaeological collections, drawings, paintings, sculptures or any work of art. അതായത് ഇതൊക്കെയും പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിച്ചാൽ കൂടി ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് വൺ ഈസ് റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ഒരു റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത എക്സ്ക്ലൂഷൻ ഈസ് ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട് 1999. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് അണ്ടർ ദ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം 2015. അപ്പോൾ ഇത്രയും അസറ്റ്സ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഇതിൽ കൊടുത്തിരിക്കുന്ന എക്സ്ക്ലൂഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ജ്വല്ലറി, ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ് ഓർ എനി വർക്ക് ഓഫ് ആർട്ട് ഒഴിച്ച് ബാക്കി ഈ കൊടുത്തിരിക്കുന്ന അസറ്റ്സ് ആണ് ക്യാപിറ്റൽ അസറ്റ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്തത്. ഇനി നമുക്ക് ട്രാൻസ്ഫർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ ടേംസാണ് ട്രാൻസ്ഫർ ആയിട്ട് ക്യാപിറ്റൽ ഗെയിൻസിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് സെക്ഷൻ 2 സബ്സെക്ഷൻ 47 വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് സെയിൽ, എക്സ്ചേഞ്ച് ഓർ റീലിംഗ്വിഷ്മെൻറ്റ് ഓഫ് അസറ്റ്. അതായത് അസറ്റ് വിൽക്കുന്നതും എക്സ്ചേഞ്ച് ചെയ്യുന്നതും റീലിംഗ്വിഷ് ചെയ്യുന്നതും ട്രാൻസ്ഫർ ആണ്. അടുത്തത് എക്സ്റ്റിങ്ക്വിഷ്മെൻറ്റ് ഓഫ് എനി റൈറ്റ് വേണ്ടെന്ന് വയ്ക്കുക, എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക, അത് ട്രാൻസ്ഫർ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് കമ്പൽസറി അക്വിസിഷൻ അണ്ടർ എനി ലോ. ഈ ലാൻഡിൻ്റെയും പ്രോപ്പർട്ടിയുടെ ഒക്കെ കമ്പൽസറി അക്വിസിഷൻ വരുന്നുണ്ടെങ്കിൽ അതും ട്രാൻസ്ഫർ ആണ്. അടുത്തത് കൺവേർഷൻ ഓഫ് ദ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഒരു അസറ്റിനെ ഒരു ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതും ട്രാൻസ്ഫർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് വൺ ഈസ് മെച്യൂരിറ്റി ഓർ റിഡംഷൻ ഓഫ് സീറോ കൂപ്പൺ ബോണ്ട്സ്. സീറോ കൂപ്പൺ ബോണ്ട്സ് റിഡംഷൻ ചെയ്യുമ്പോഴൊക്കെ അത് ട്രാൻസ്ഫർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അടുത്തത് allowing the possession of any immovable property to be taken or retained in part performance of a contract. സോ പാർട്ട് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു അസറ്റിനെ പൊസഷനിൽ എടുക്കുകയാണെങ്കിൽ അതിനെ ട്രാൻസ്ഫർ ആയിട്ട് തന്നെ എടുക്കണം. അതും പൊസഷൻ ഓഫ് എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ പൊസഷൻ എടുക്കുകയാണെങ്കിൽ അതിനെയും ട്രാൻസ്ഫർ ആയിട്ട് പറയും. ഇനി അടുത്തത് transaction like becoming a member of a cooperative society which has the effect of transferring or enabling the enjoyment of any immovable property.
അതായത് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ എൻജോയ്മെൻറ്റ് റൈറ്റ് കൊടുക്കുന്ന ഒരു ട്രാൻസാക്ഷനെ നമ്മൾ ട്രാൻസ്ഫർ തന്നെയായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസാണ് ക്യാപിറ്റൽ ഗെയിനിൽ സെക്ഷൻ 247 ട്രാൻസ്ഫർ ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. 2 രീതിയിലുള്ള ക്യാപിറ്റൽ അസറ്റ്സ് ആണുള്ളത്. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും 2 ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും. സോ ഡിഫറെൻറ്റ് അസറ്റ്സിനെ നമ്മൾ പല കണ്ടീഷൻസ് വെച്ചിട്ട് ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും കാറ്റഗറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും, അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് കിട്ടും. ഇനി ലോങ് ടേം ക്യാപിറ്റൽ അസറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് കിട്ടും. സോ ഫസ്റ്റ് കാറ്റഗറി ഓഫ് അസറ്റ്സ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് സെക്യൂരിറ്റി ഇൻക്ലൂഡിംഗ് ഷെയർസ് ലിസ്റ്റഡ് ഇൻ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ, യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് ഓർ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആൻഡ് സീറോ കൂപ്പൺ ബോണ്ട്. If these 3 assets are held for less than or equal to 1 year, then it is short-term capital asset, and if it is held for more than 1 year, then it is long-term capital asset. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടിൻ്റെ യൂണിറ്റ്സ്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ യൂണിറ്റ്സ്, മാത്രമല്ല സീറോ കൂപ്പൺ ബോണ്ട്, ഈ 3 അസറ്റ്സും 1 കൊല്ലം വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ലെസ് ദൻ ഓർ ഈക്വൽ ടു 1 ഇയർ, അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇനി 1 കൊല്ലത്തിനേക്കാൾ കൂടുതൽ സമയമാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഇത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് കാറ്റഗറി ഓഫ് അസറ്റ്സ് ആണ്. ദാറ്റ് ഈസ് അൺലിസ്റ്റഡ് ഷെയർസ് നോട്ട് ബീയിങ് എ ഷെയർ ലിസ്റ്റഡ് ഇൻ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബീയിങ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓർ ബോത്ത്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത ഷെയർസും ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസും ഇത് 2 കൊല്ലം വരെ ലെസ് ദൻ ഓർ ഈക്വൽ ടു 2 ഇയേഴ്സ്, അതായത് 2 കൊല്ലം വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇനി 2 കൊല്ലത്തിനേക്കാൾ കൂടുതൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇനി ബാക്കി വരുന്ന എല്ലാ അസറ്റ്സും 3 കൊല്ലം വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. 3 കൊല്ലത്തിനേക്കാൾ കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന 3 അസറ്റ്സ്, അതായത് സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പിന്നെ യൂണിറ്റ്സ് ഓഫ് UTI ഓർ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്, അതുപോലെ തന്നെ സീറോ കൂപ്പൺ ബോണ്ട്സ്, അത് 1 കൊല്ലത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നു. ഇനി രണ്ടാമത്തെ കാറ്റഗറി അൺലിസ്റ്റഡ് ഷെയർസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇത് രണ്ടും 2 കൊല്ലത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നു. ബാക്കിയുള്ള അതർ അസറ്റ്സ് 3 കൊല്ലത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കമ്പ്യൂട്ടേഷനാണ്. സോ ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് വേണം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് കമ്പ്യൂട്ട് ചെയ്യാൻ. സോ സ്റ്റാർട്ട് വിത്ത് ദ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, അതായത് ആ ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് കിട്ടുന്ന ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആദ്യം എഴുതുക. അതിൽ നിന്ന് അതിന് വേണ്ടി വന്ന എക്സ്പെൻഡിച്ചർ ലെസ് ചെയ്യുക. അതായത് ആ ഒരു ട്രാൻസ്ഫറിനോ അല്ലെങ്കിൽ സെയിലിനോ വേണ്ടി വന്ന എക്സ്പെൻഡിച്ചർ നമ്മൾ ഈ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ നെറ്റ് കൺസിഡറേഷൻ എന്ന് വിളിക്കും. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലെസ് ചെയ്യണം. ഈ ഒരു ക്യാപിറ്റൽ അസറ്റിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലെസ് ചെയ്യണം. മാത്രമല്ല കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കൂടി ലെസ് ചെയ്യണം. നെറ്റ് കൺസിഡറേഷനിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കുറയ്ക്കണം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഗ്രോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ നെറ്റ് കൺസിഡറേഷനിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കൂടി കുറച്ചാൽ നമുക്ക് കിട്ടും ഗ്രോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഈ ഗ്രോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54B, 54D, 54G എക്സെട്ര ആസ് ദ കേസ് മേ ബി നമ്മൾ ലെസ് ചെയ്യണം. ഈ എക്സംഷൻസിനെ പറ്റിയിട്ട് കൂടുതൽ നമ്മൾ ഇനി വരുന്ന ടോപ്പിക്സിൽ പറയും. സോ ഈ എക്സംഷൻസും കൂടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് നെറ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഈ നെറ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുമിലാണ് നമ്മൾ ടാക്സ് പെർസെൻറ്റേജ് അപ്ലൈ ചെയ്ത് ടാക്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്ന് അടുത്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെയും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെയും കമ്പ്യൂട്ടേഷൻ ഏകദേശം സെയിം തന്നെയാണ്. ഒരേ ഒരു വ്യത്യാസമുള്ളൂ, കോസ്റ്റ് ഓഫ് അക്വിസിഷന് പകരം ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും വേണം നെറ്റ് കൺസിഡറേഷനിൽ നിന്ന് കുറയ്ക്കാൻ. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിന് പകരം ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആയിരിക്കണം കുറയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം.
Indexed cost of acquisition is equal to cost of acquisition into cost inflation index for the year of transfer divided by cost inflation index for the year in which asset was purchased or for the year 2001 or 2002, whichever is later. Next one is indexed cost of improvement, and the formula is cost of improvement into cost inflation index for the year of transfer divided by cost inflation index for the year in which improvement to asset took place. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ ഈ രണ്ട് ഫോർമുല ഉപയോഗിച്ചിട്ട് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും നമുക്ക് കണ്ടുപിടിക്കാം. സപ്പോസ് ഈ അസറ്റ്സ് 1/4/2001 മുന്നായിട്ടാണ് അക്വയർ ചെയ്തത് എങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഈസ് ഈക്വൽ ടു ആക്ച്വൽ കോസ്റ്റ് ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 1/4/2001 വിച്ച് ഈസ് ഹയർ. അതായത് പർച്ചേസ് ചെയ്ത ആക്ച്വൽ കോസ്റ്റോ അല്ലെങ്കിൽ 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ വിച്ച് ഈസ് ഹയർ ആണ് ഈ ഒരു കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. 1/4/2001 മുന്നായിട്ട് ഇംപ്രൂവ്മെൻറ്റ്സ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുകയും വേണം. ആ ഒരു കേസിൽ ഇംപ്രൂവ്മെൻറ്റ് കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഇനി അടുത്ത ഭാഗങ്ങളൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതായിരിക്കും.